അയ്യോ കർത്താവേ സ്റ്റെപ്പോ ഇത് ഇറങ്ങിയിട്ടാണ് ഞാൻ വന്നേ. വയ്ക്കാൻ പറ്റണല്ലേ. ഓനായിട്ടില്ലെങ്കിൽ പോയിട്ട് തിരക്കണ്ട, ഞാൻ വരാം. കുറച്ചടുത്തുന്നേ ആ ആ ഒന്ന് കിസ് ചെയ്ത് റൊമാൻറ്റിക് ആയിട്ട് ആ കൊടുക്ക് അങ്ങനെ. ചേട്ടാ ഒരു മിനിറ്റ് അടാ പറഞ്ഞടാ. എൻ്റെ അളിയ 10 പൈസ എടുക്കാൻ പറ്റില്ലാട്ടാ മര്യാദ ഈ വര ശരിയാവുന്നു. വന്നോ മനുഷ്യൻ. അവിടെ പോകാൻ പാടില്ലേ മനുഷ്യ? നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് പുറത്തിരുന്ന കാര്യം നടക്കില്ലാന്ന്. എനിക്ക് ഇവിടെ തന്നെ വരണം. ഇത് ബാധിയിട്ടൊന്നുമല്ലോ. സാറൊന്ന് സർക്കിറ്റ് ഒന്നും പോയില്ലാവോ? കമ്മിറ്റി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കമ്മിറ്റി കഴിഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാ. അല്ല ഇന്ന് പണിക്കാരൊന്നും വന്നില്ല ഇതുവരെ. ആർക്കൊന്നും അറിയണില്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. സ്നേഹമോളെ എവിടെ? ആ അവള് ബ്യൂട്ടി പാർലർ പോയിരിക്കോ. ആ പട്ടി നീ എവിടെയാ? കല്യാണത്തിന് ഇനി 4 ദിവസോടെ ഉള്ളൂ. ഞാൻ ജീവിക്കുകയാണെങ്കിൽ നിന്റെ ഒപ്പം മാത്രമേ ജീവിക്കുള്ളൂ. വേറൊരുത്തിനെ കെട്ടുന്നൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ചാവാനൊന്നും പോകുന്നില്ല. നേരെ നിന്റെ വീട്ടിലേക്ക് കയറി ഇങ്ങോട്ട് വരും. പിന്നെ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയാലോ. എനിക്കൊന്നും കേക്കണ്ട. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ പറ്റൂ. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ ഇല്ലയോ? സ്നേഹ പ്ലീസ് സ്നേഹ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. പറയാ ഞാൻ നിന്നെ കൊണ്ടൊന്നും പന്നിന്റെ പൊടി പോലും തട്ടാൻ പറ്റില്ല. പിന്നെയാണ് തോറ്റു വന്നല്ലേ. എല്ലാവർക്കും ഒരു സർവത്ര കേട്ടെ. 1 2 3 4 5 6 7 ചേട്ടാ 3.5 അല്ല 3 സർബത്ത്. നീ എന്താടാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? നീ എന്നെ വിളിച്ചിരുന്നാ? എപ്പോ? ഓ നീയായിരുന്നോ? പിന്നെ നീ ആരാന്നാ വിചാരിച്ചേ? അതവിടെ നിൽക്കട്ടെ, നിന്റെ കല്യാണമായല്ലേ? നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, 4-5 കൊല്ലത്തെ ബന്ധമല്ലേ നമ്മൾ തമ്മിൽ. അതുകൊണ്ടാ നോക്കിക്കോ, വേണ്ടി വന്ന് നിന്റെ കല്യാണം ഞാൻ മുടക്കും. ആ പോയി മുടക്ക്. കോഴിക്ക് നട്ടലുണ്ടെന്നൊന്ന് അറിയണമല്ലോ. ജയ്സിന്റെ പെങ്ങളല്ലേ ഇത്? ആ കൂടെ ഉള്ളതാരടാ? ആ നെൽപത്ര പന്തിയല്ലോ. വാടാ വാ. എങ്ങോട്ടാ പെങ്ങളെ ബാഗൊക്കെ ആയിട്ട്? ഇവനാരാ? അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? കല്യാണം മുടക്കാൻ നീ ആരടാ? അത് ചോദിക്കാൻ നീ ഏതാടാ? ചേട്ടാ ഇവിടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. മാറിനെ നീ. എടാ 4-5 കൊല്ലത്തെ ബന്ധമുണ്ടാ ഞാനും അവളും തമ്മിൽ അല്ലേ? വേണ്ടി വന്ന കല്യാണവും മുടക്കും, നമ്മൾ ഒളിച്ചോടുകയും ചെയ്യും. പക്ഷെ നിന്റെ സദാചാരം ഉണ്ടല്ലോ, അത് ഞാൻ വെച്ച് ഉറപ്പിക്കൂല. ബ്ലാക്ക് ബെൽറ്റ് ഞാൻ കണ്ണി കുത്തി ഞാൻ
വേണ്ട വേണ്ട കൈ ചൂടല്ല ദേഹത്തോളല്ല നേരുടെ മേത്തോട്ട് നിനക്ക് എന്നെ അറിഞ്ഞൂടാ ദേഹത്തോളല്ലേ പറഞ്ഞു. ജയ്സ നിന്റെ പെങ്ങളെ ഒളിച്ചോടാനുള്ള പ്ലാൻ തോന്നുന്നു കയ്യില് ബാഗൊക്കെ ഉണ്ട്. എന്തിനാ അമ്മേ. ആ, ആ. നിർത്തടാ ഇനി പറഞ്ഞ ഈ സ്നേഹ എന്തോടെ അവിടെ എന്തോ പരിപാടി? എടാ ശിജോ. നിനക്ക് പിന്നെ അറിയോ? ആ എന്റെ ഫ്രണ്ടാ. ശബാഷ്. എടാ ജിൻ്റെപ്പ എന്താടാ ശരിക്കും സംഭവിച്ചത്? ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ മതിയാ. തലയ്ക്ക് വല്ലാത്ത മോളല്. മിണ്ടരുത് നീ കാരണം മനുഷ്യൻ പുറത്തിറങ്ങി കിടക്കാൻ പറ്റണ്ടായി. മനുഷ്യനെ നാണം കെടുത്താൻ ജനിച്ച ജന്മം. നീ ആരുടെ ചോദിച്ചാണ് എന്റെ ബൈക്ക് എടുത്തിട്ട് പോയത്? ബൈക്കാ? എന്റെ പൊന്നു റോഷൻ ചേട്ടാ, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞേക്കണേ. എന്നിട്ടുള്ളവന്റെ കണക്കിന് കിട്ടിയല്ല. ശരിക്കും എന്താണ് ഉണ്ടായത്? പറയട്ടടാ. പറയാം. പണ്ട് അല്ല പണ്ടല്ല 5 കൊല്ലമായിട്ട് ഇവനോളം പ്രണയത്തില. സംഭവം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. 4 ദിവസം കഴിഞ്ഞാൽ അവളുടെ കല്യാണം. അതിൽ മനന്നൊന്ന് അവളെ വിളിച്ചിറക്കാൻ പോയതാ അവൻ. കർത്താവേ. സംഭവം എന്താന്ന് വെച്ചാ ഗോവയ്ക്ക് വിടാനായിരുന്നു പ്ലാൻ. എന്നിട്ട് അവിടുന്ന് 2 പേരും മലേഷ്യ വഴി സിംഗപ്പൂര്. മോനെ പെണ്ണ് റോമൻ കാത്തലിക് അല്ലേ? പെണ്ണ് കന്യാസ്ത്രീ അല്ലോ. എന്റെ മെമ്മി, ഇതാണ് ഇവിടുത്തെ വിഷയം. കമോൺ. എടാ ഇതൊക്കെ ഉള്ളതാണോ? കണ്ട അതേന്ന്. എന്താടാ ഇച്ചായ നീ ആരുടെ ദേഹത്തെ കൈവച്ചെന്ന് വല്ല പിടിയണ്ട. ബാസ്റ്റിന്റെ അനിയനെ. ഏത് ബ്ലേഡ് ബാസ്റ്റിന്റെ? അല്ല പിന്നെ വെട്ടുകുത്ത്, കൊള്ളപ്പലിശ, ഇതൊന്നും ഇല്ലാത്തൊരു ദിവസം പോലും ഇല്ലാത്തവന്മാരാ. ആ ബ്ലേഡ് ബാസ്റ്റ് എന്ന് പറഞ്ഞവരുണ്ടല്ലോ, തൃശ്ശൂർ റൗണ്ടിൽ പട്ടാ പകലൊരുത്തനെ വെട്ടിക്കൊന്ന കേസ് ഇപ്പോഴും നടക്കുക. തനി കാട്ടുപോത്ത്. അതെ, നിങ്ങൾ ആരും ഇടപെടണ്ട. എനിക്കറിയാം അങ്ങനെ തീർക്കണം. കണ്ട എന്നിട്ട് അവന്റെ തണ്ട് കണ്ട. ദേ, ആ കുടുംബത്തിലേക്ക് നമ്മുടെ പെങ്കൊച്ചിനെ എങ്ങാനും കെട്ടിച്ചു വിട്ടാ പിന്നെ നമ്മളെല്ലാവരും കൂടെ വിഷം കഴിച്ചേച്ചങ്ങ് ചത്താ മതി. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇതാരാ? ഇതളിയം പറഞ്ഞ മറ്റേ പ്ലീസ് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. അല്ല ഞാനിപ്പോ ഇവിടെ എന്തിനു വന്ന? ജെയ്സൺ ആളറിയാതെ പറ്റിപ്പോയത്. ഞാൻ പറഞ്ഞല്ലോ, ജെയ്സൺ ആളറിയാതെ പറ്റിപ്പോയതാ. ക്ഷമിക്കണം. നിന്നെ കണ്ടറിയാതെ വിശാല ഹൃദയനാണ്. അവൻ കൊച്ചുകുട്ടിയല്ലേ, നമുക്കത് പറഞ്ഞു തീർത്തൂടെ? അവന് പറ്റിപ്പോയതാ. ചുമ്മായിരുന്ന ചേർക്കണ്ട മൂത്രസഞ്ചി ഇടിച്ച് പൊട്ടിച്ചതാണ് അവന് പറ്റിപ്പോയത്. അവൻ നിങ്ങളുടെ മൂത്രസഞ്ചി ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാ? ഈ കുടുംബത്തിൽ ആരെങ്കിലും മൂത്രസഞ്ചിയിൽ അവൻ കൈവച്ചിട്ടുണ്ടാ? അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളൊക്കെ സേഫാണ്. എന്റെ ചെറുക്കനെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് മൂത്രസഞ്ചി വഴിവളക്കണം പിടിച്ചോണ്ടിരിക്കാണ്. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. വിളിച്ചിറക്ക്, ജെയ്സനെ വിളിച്ചിറക്ക്.
ഞാനടാ ജെയ്സൺ. എന്താ കാര്യം? ഹലോ ചായ, ആളിവിടെ ഉണ്ട്. ചേ, ആളിച്ച് പെശക വന്നപ്പോ തൊട്ടുള്ള മോടയാ, നമ്മക്ക് പണിയാവും. എന്താ കേട്ടൂടാ? പിടിക്കണവനെ. അയ്യോ, എന്റെ ചായ ഒരുമാതിരി അമൂൽ ബേബിയുടെ ഫേസ് വെച്ച് ഹുസൈൻ ബോൾട്ടിന്റെ ഓട്ടോ ആണ്. ഒരുമാതിരി ആട്ടുംകുട്ടി അഴിച്ചിടണപ്പോ ഓടണ കണക്ക് തെന്നി തെറിച്ച് ഓടിക്കളയും. ഞാനാണെങ്കിൽ രാവിലെ ഒരു വക കഴിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ ആദ്യമേ പിടിച്ചേനെ. കിട്ടിയ അവന്റെ കൈയും കാലും തെല്ലു പിടിച്ചേരാ. ഇനി അവന്റെ കൈ പൊങ്ങരുത്. നമ്മളെ പിള്ളേരാ പോയിരിക്കുന്നേ. ഇനി കിട്ടിയ അവരുടെ കൈയല്ല, ഒന്നും പൊങ്ങൂല. ഇതിലേതാ പെങ്കൊച്ചു? പെങ്കൊച്ച? പെങ്കൊച്ച് ദോണ്ടേ, ആ മഞ്ഞ ചുരിദാറാണ് പെങ്കൊച്ച്. ഇപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വെച്ച് കിട്ടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ കല്യാണം നടത്തിയാ പോരെ? അല്ല അളിയാ? ആളിയാ അല്ല, 2-3 ദിവസത്തിനുള്ളിൽ കല്യാണം നടക്കേണ്ട പെണ്ണ ഇങ്ങനെയൊക്കെ പുറം മുട്ടും. നിനക്കവനെ ഇഷ്ടമാണോ? ഇച്ചായ അത് പറന്നു. ബാസിന് ഒരു അബദ്ധം പറ്റിയതാ. 4 ദിവസത്തിനകം കല്യാണം. വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചും കഴിഞ്ഞു. അതെ, അളിയൻ 2 അറ്റാക്ക് കഴിഞ്ഞ ആളാ. ഇനി ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ 4ാമതൊരു അറ്റാക്ക് വരാൻ വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. ആളിയാ ബാസിനെ നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാക്കി കൂടെ? എന്റെ അനിയന്റെ ജീവിതം തൊലച്ചിട്ട് ഇവിടെ വേറൊരുത്തനായിട്ട് കല്യാണം അല്ലേ? നീ ആരെങ്കിലും കെട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ അനിയനെ ആയിരിക്കും. സംസാരിക്കുന്ന പ്രശ്നമൊന്നുമല്ല കേട്ടോ. പിന്നെ മൂത്രം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ട്യൂബ് ഇപ്പം മാറ്റുന്നില്ല കേട്ടോ. മുഖത്തെ പാടൊക്കെ മാറിക്കൊള്ളും. എന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? നാളെ നോക്കിയിട്ട് പറയാം. തൽക്കാലം ഇന്നിവിടെ കിടക്കട്ടെ. ശരി. ഓക്കെ. എപ്പോഴാണെന്നറി ഞാൻ ഒളിച്ചോടാൻ തീരുമാനിച്ച
എടാ അളിയ ഞാൻ ഒരു ഓളത്തിന് എടാ ഞാൻ നിന്നെ മാസാക്കിയതാണ്. അവൻ്റെ ഒരു ഓളം ഇച്ചായ തങ്ങാനും അറിഞ്ഞ പിന്നെന്താ സംഭവിക്കാൻ പോണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനറിഞ്ഞില്ലല്ലോ. ഒരു ദുർബല നിമിഷത്തിൽ ആ ഒറ്റ ബുദ്ധി ജയ്സന്റെ 2 കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഇച്ചായനെ ഫോണിൽ വിളിച്ച് ഞാൻ എല്ലാം പറഞ്ഞായിരുന്നു. അമ്മേ അടിപൊളി. നീ പിന്നെ എന്നെ അതിന് 5 കൊല്ലത്തെ ബന്ധത്തിന്റെ കഥയും പറഞ്ഞിട്ട് നടന്നത്. എൻ്റെ പൊന്നമ്മ 5 തൊട്ട് 10 വരെ ഞങ്ങൾ 3 ഒരുമിച്ചാ പഠിച്ചേ. കറക്റ്റ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ. പിന്നെ അവൾ എന്നെ കല്യാണം വിളിച്ചില്ല. അതേ ഞാൻ ചോദിച്ചോളൂ. അതിനാണ് അവന്മാരെല്ലാം കൂടി എന്നെ ഇടിച്ച് ഈ പരുവത്തിലാക്കി ഇട്ടേക്കണം. ആ ചേട്ടത്തി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നാളെ മിക്കവാറും ഡിസ്ചാർജ് ആവും. ആ ശരി ചേട്ടത്തി. ചേട്ടത്തി പിന്നെ ഇച്ചായനോടുണ്ടെന്ന് അറിയാമോ? ശരി ചേട്ടത്തി. ഇച്ചായ 106. ഡോക്ടർ എന്താ പറഞ്ഞു? നാളെ ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞേ. കിടക്കണ കിടപ്പ് കണ്ടോ? ഒറ്റ ചവിട്ടും. നാണുണ്ടോ നാറി നിനക്ക്? എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടത്തി തരുമായിരുന്നല്ലോ. എന്ത്? കുടുംബത്തിന്റെ പേര് കളയാനായിട്ട്. എടാ നമ്മൾ ഉദ്ദേശിച്ച മാതിരി അല്ല. അമ്മ ഒന്നും വേണ്ടണ്ട. എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഈ ബിൽഡിംഗ് നിറച്ച റൂമാണല്ലോ. ഇത് എവിടെ പോയി കണ്ടുപിടിക്കും? 100 എത്ര? 106ആണോ 116ആണോ? ഇങ്ങോട്ട് നോക്കണം. ഒന്നാനങ്ങി വരൂ. ഇച്ചായ നമ്മൾ ഉദ്ദേശിച്ചാണ് കല്ല കാര്യങ്ങൾ. നീ മിണ്ടണ്ട. നീ ഇവിടെ നിന്ന് ഇറങ്ങിയ കല്യാണം. എന്റെയോ? ആരോട് ചോദിച്ചിട്ട്? എടാ ഇവളായിട്ട്. ഇവക്ക് വേണ്ടിയല്ലേ നീ ഇടി മുഴുവൻ വാരിക്കൂട്ടിയത്? നീ കൊച്ചിനെ ചതിക്കാൻ നോക്കുവാണോ? ഞാനപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് എന്റെ അമ്മ കാണണം. ഇതാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ കരുതിയൊരു ഒളിച്ചോട്ടമൊന്നും അല്ല. മോളെ നിനക്കെങ്കിലും ഇത് ഇവനോട് പറയായിരുന്നില്ലേ? അതിന് ഇയാള് സമ്മതിക്കണ്ടേ? ചായ നമ്മൾ ഈ കാട്ടിക്കൂട്ടിയ പരാക്രമം ഫുള്ള് വെറുതെ ആയിപ്പോയല്ലേ ചായ? നീ ഒന്ന് നേരെ ഇരുന്നടിച്ചിട്ടപ്പോ നിനക്ക് നല്ല നീറ്റലോട്ടായിരിക്കും അല്ലേ? ചെറുതായിട്ട്. ഇത്ര നീറിയ പോരാ. അയ്യോ എങ്ങനെയുണ്ടടാ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അമ്മ നോക്കി വരുന്ന വഴിക്ക് വാങ്ങിയതാ. ഇവരിതെന്തിനുള്ള പുറപ്പാടാ? എന്തായിരുന്നു മിണ്ടാത്തെ? ഏതേ കുട്ടി? ഈ കുട്ടി ഏതാന്ന്? ഇത് നമ്മളെ ഇച്ചായ വിളിച്ചിറക്കൊണ്ട് വന്ന പെണ്ണ് അല്ലേ ചായ? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഷിയാബേ, ഓ ഇച്ചേ, ഇതിപ്പോ എന്താടാ ചെയ്യാ? ഇതിപ്പോ യൂക്കാലിട്ടൊരു ആവി പിടിച്ചാൽ മതിയാവും. ആ അല്ലടാ. എടാ സ്നേഹയുടെ കാര്യം അവളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് എന്തായി? സ്നേഹയുടെ കാര്യം ഞാൻ പോയി തിരക്കിയായിരുന്നു. അവിടെ ഇച്ചിരി സീനാണ്. പെണ്ണിറങ്ങിപ്പോയ കേസ് നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അറിഞ്ഞു. പിന്നെ ഇവിടെയാണ് വന്ന് കയറിയിരിക്കണമെന്നും ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ചെറുക്കൻ കൂട്ടറില്ലേ, അവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത്. ഇനി ചായയും ഷൂ ഒന്നും ആക്കിയിട്ട് ഒരു കാര്യമില്ല. ഇച്ചായനാണ് ഈ കേസ് ഇത്രയും വഷളാക്കിയത്. ആരെങ്കിലും ഫോണിൽ കൂടെ എന്തെങ്കിലും വിളിച്ച് പറയുന്നു പറയും ഇമാതിരി ആന മണ്ടത്തര ആരെങ്കിലും കാണിക്കൂ?
ആരെങ്കിലും ഫോൺ വിളിച്ച് എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. എടാ ഷിഹാബേ, നിന്നെ പോലത്തെ ഒരു മരപ്പാഴിനെ പിടിച്ച് എന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിയതാ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. ഈ ചായ മരപ്പഴല്ലേ? ഞാൻ പണ്ടെന്റെ ഉമ്മാടെ മുഷിങ്ങ സാരിത്തുമ്പ പിടിച്ച് ഈ ഗേറ്റ് കിടന്നപ്പോ ഈ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് എടാ ഇതൊക്കെ ഏത് കഥയാടാ? ഓ നശിപ്പിച്ച് നല്ല സൂപ്പർ സെന്റി ആയിരുന്നടേ. എന്റെ ഉമ്മാക്ക് അപസ്മാരം വന്ന് മരിച്ച കഥയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചായ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഇച്ചായ എന്തോടി അവിടെ ഇത്ര വേളം? ആ പെങ്കുച്ചിന് ഇറച്ചിയും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നമുക്ക് നോമ്പല്ലേ? അതിനാണോ ഇത്ര വേളം? ആ അപ്പനെ അമ്മയത് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. ഇൻവെർട്ടർ ഓൺ ആക്കി. ചിക്കൻ ഫ്രൈ ഏറെതണ്ടി എന്റെ ചിക്കൻ ഫ്രൈ എടുത്തത്. ഷിഹാബേ ചായ റേച്ചലേ, ആ ഇച്ചായ ആ പെങ്കുച്ച് എന്റെ കൂടെയാ. ഇതിനൊരു തീരുമാനമാണ് വരെ ഇച്ചായ ഒന്ന് പുറത്ത് കിടക്ക്. പോയി കിടന്ന് ഉറങ്ങടാ. ഇച്ചായ ഇച്ചായ നമുക്ക് ആ പെങ്കുച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണ്ടേ? ഒരു കല്യാണം കഴിയത്തെ പെങ്കുച്ചിനെ നിർത്തുന്നത് ശരിയുള്ള കാര്യ? നാളെ 4 ആൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വീട്ടിൽ പോയി സംസാരിക്കണം. ഞാനും വരാം. ഇതും വെച്ചോണ്ട് ഇതൊന്ന് എടുത്തിട്ട് പോരെ? പോയ കാര്യം എന്തായി? ചെറുക്കന്റെ വീട്ടുകാരോട് ഒരു വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കിയിട്ടുണ്ട്. ഇവൻ ഒറ്റൊരുത്തനാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അതെ, ഞാൻ അവളെ ആംഗലയാണ്. അവളെ ഇറങ്ങിപ്പോയാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. നമുക്ക് ആ ബാസ്റ്റിനില്ലേ, നമുക്ക് ആ ബാസ്റ്റിന്റെ വീട്ടിൽ പോയിന്ന് സംസാരിച്ചാലോ? ബാസിനല്ല, അവന്റെ തന്തോന്നാലും ജെയ്സൺ ഒന്നുമില്ല. അളിയ, ഞാൻ ഇതിന്ന് ഒരിടത്ത് അവന്റെ തലക്ക് പൊട്ടിക്കട്ടെ. എന്റെ അളിയെ ഈ ഒറ്റ ബുദ്ധിയോടൊക്കെ സംസാരിക്കണം കേട്ട നല്ലതേ. തെങ്ങിന്റെ അടിയിൽ നിന്ന് 2 മച്ചിങ്ങ എടുത്ത് ചെവി തൂക്കിട്ട് ഇതേ ഇങ്ങനെ ചാടണതാ. അങ്ങോട്ട് മാറി നിങ്ങള്. അത് കൊള്ളാം. അല്ല അളിയ, ചെക്കൻ്റെ വീട്ടിൽ പോയി സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് ആ ബാസ്റ്റിന്റെ വീട്ടിൽ ഒന്നുകൂടി ഒന്ന് പോവാം. പുള്ളിക്കാരൻ എന്താ പറയണേന്ന് നോക്കാലോ. പറഞ്ഞു തീർന്നില്ല, ദേ ബാസ്റ്റിനെത്തി. കല്യാണമൊക്കെ അല്ലേ, ഷർട്ട് ഇട്ടിട്ട് നന്നായിട്ട് കുറക്കണേ. അതല്ലല്ലോ എനിക്ക് പാപ്പനോടൊന്ന് സംസാരിക്കണം. ആവാം. തനിച്ച് ആവണോ? മോളിപ്പെണ്ണ പോവാട്ടോ.
ഷർട്ട് ഇട്ടില്ലേ? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് പരസ്പരം സംസാരിച്ച പറയായിരുന്നോ? അല്ല, എൻ്റെ മോൾക്ക് അവിടെ സുഖമല്ലേ? പാപ്പാ ആള് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, വൈകിട്ടത്തേക്ക് അവളെ ഇങ്ങ് എത്തിക്കാം. എന്തുട്ടാന്ന്? അല്ല, ആള് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. നാറ്റിക്കരുത് പ്ലീസ്. എന്താ ചായ മുഖത്തൊരു വൈക്ലഭ്യം? ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുകയാണല്ലോ. ഒന്നുമില്ലടാ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്. ഇവിടെ ഇപ്പൊ ഈ ഷിഹാബിനെ ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. എടാ, അയാൾക്ക് ഇപ്പോഴും എന്നോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. എന്താടാ എന്നോട് ഇത്ര ഭയം എല്ലാവർക്കും? ഇച്ചായ, നീ മിണ്ടരുത്. ഇതല്ലാതെ പിന്നെ നമ്മൾ വേറെന്ത് ചെയ്യാ? എനിക്കറിയാം നീ എന്താ ചെയ്യേണ്ടതെന്ന്. ഷിജോ, എടാ ഷിജോ, എന്താടാ കിടന്നല്ലോ പറഞ്ഞത്? നീ വേറെ വിളി. മോനെ പോയ കാര്യം എന്തായി? ഈ പ്രശ്നത്തിൽ നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. കൂടെ പ്രശ്നം ഞാൻ കുറച്ച് കൂടിപ്പോവേണ്ട. ഞാൻ ഇങ്ങനെ പെട്ടിരിക്കുന്നേ. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. നീ അവളെ കെട്ടും. ഞാനാ അവളെ കെട്ടാനാ? അത് പറ്റിയൊന്നുമില്ല. അവളെ ആങ്ങളല്ലേ ആ മഴുവേ, അവനാണ് എന്നെ ഇടിച്ച് പരുവത്തിലാക്കിയത്. ഇനി എൻ്റെ മനസ്സിൽ പ്രതികാരം മാത്രമേ ഉള്ളൂ. ഇപ്പം അവളെ മോങ്ങണമുണ്ടല്ല, എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞ് കയറിയാണ്. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. പിന്നെ എനിക്കൊരു ജീവൻ തരണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇവനൊക്കെ കെട്ടുന്നതിലും ഭേദം എല്ലാവരുടെ പേരെഴുതി വെച്ച് ചാവുന്ന നല്ലത്. അല്ലെങ്കിൽ നിന്നെ എനിക്ക് വേണ്ടടി. ഡാടാ നിർത്തടാ, താൻ കയറി പൊക്കോ. ഇപ്പൊ എല്ലാം എന്റെ മാത്രം ബാധ്യതയായി. ആ കുട്ടിയുടെ അവസ്ഥ ഇതായതുകൊണ്ട് പറയണതില്ല ഇച്ചായ. ഇച്ചായൻ്റെ തീരുമാനം തന്നെയാണ് ശരി. നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം തന്നെയാണ് വലുത്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ആ കുട്ടിയെ കെട്ടാം. ചേട്ടാ, ബാസ്റ്റിന്റെ വീട്ടിലേക്ക്. ഏത് ബസ് സ്റ്റാൻഡിലേക്ക്? ചേട്ടാ, ബസ് സ്റ്റാൻഡിലേക്കല്ല, ബാസ്റ്റിന്റെ വീട്ടിലേക്ക്. ബ്ലേഡ്. ഓ, ഇടുക്കൽ ഫാമിലി അല്ലേ? ആ, നീ എന്തോ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഇച്ചായ, അത് നീ ഇനി മിണ്ടരുത്. ഞാൻ മിണ്ടും. അച്ചമ്പട്ടത്തിനേക്കാൾ എനിക്കൊരു കുടുംബത്തിന്റെ അഭിമാനമാണ്. നാളെ ഈ കൊച്ചെന്തെങ്കിലും ചെയ്താ നമ്മളിവൻ എന്ത് ചെയ്യും? ഇച്ചായന് തോന്നുന്നുണ്ടോ നാളെ ഇവനോളെ കെട്ടുമെന്ന്? ഞാൻ കൊണ്ടുവന്നു. വയസ്സാം കാലത്ത് അപ്പനമ്മയോടൊക്കെ എല്ലാവരും കൊടുക്കും. എന്റെ ഈശോയെ, ഇതൊന്ന് കാണാനും കേൾക്കാനും നിൽക്കാണ്ട് എന്നെ അങ്ങ് എടുത്തോളണേ. റോഷൻ, നീ എന്തീ പറയുന്നേ? പറ്റിപ്പോയി. ഞാനും കുടുങ്ങും, ഇച്ചായനും കുടുങ്ങും. എന്തായാലും ഇവളെ ഞാൻ കേട്ടില്ല. അതെൻ്റെ അഭിമാന പ്രശ്നമാണ്. അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റുമോ? കല്യാണം മുടങ്ങിയില്ലേ? ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എല്ലാവരും കുടുങ്ങും. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ കുടുംബത്തിൽ ഒരച്ഛനുണ്ടായിട്ട് എന്തേലും കാര്യമുണ്ടോ? ഉണ്ടോ? ടെൽമി. എത്രയോ പേര് പള്ളിയിലച്ഛനാകാൻ പോയിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയായിരുന്നു. നാട്ടുകാരെന്ത് പറയുന്നതിലുപരി നമുക്ക് മനസാക്ഷി എന്നൊന്നും ഇല്ല ഇച്ചായ. എന്നാലും ഒരെന്നാലുമില്ല. റോഷൻ അങ്ങനെ തോന്നി തന്നെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അച്ഛനായാൽ മതിയെങ്കിൽ റോഷൻ ഉണ്ടാവുന്ന കൊച്ചിനെ അച്ഛനാക്കാമല്ലോ. അതും അല്ലെങ്കിൽ ഇച്ചായനുണ്ടാവുന്ന കൊച്ചിനെ അച്ഛനാക്കാമല്ലോ. നിങ്ങളുടെ മക്കളെ അച്ചമ്പട്ടത്തിന് വിട്ടാല് ഞാൻ നേർന്നതിന് പകരമാകുവോ? പിന്നെ എന്ത് ചെയ്യാനാണമ്മ? ദൈവത്തിന് അതൊക്കെ പറഞ്ഞ് മനസ്സിലാവും. നിങ്ങൾ ഇതൊക്കെ കേട്ട് എന്താ മിണ്ടായിരിക്കണേ മനുഷ്യ? ഞാനെന്ത് പറയാനാണ്? ചൊല്ലിക്കൊടുത്ത് തല്ലിക്കൊടുത്ത് അങ്ങനെ തള്ളിക്കളാ. ആ, അതാണ്. അതും ശരിയാ. അപ്പൊ ഇനി എന്താ നിന്റെ പരിപാടി? ഇനി എന്ത് പരിപാടി ചായ? ഇനി പട്ടായാലും എല്ലാം പോയി സന്യസിക്കാം. എന്നാ നീ സന്യസിക്കാനൊന്നും പോകണ്ട. പിന്നെ നീ അച്ചമ്പട്ടത്തിന് പോകാൻ തയ്യാറായിക്കോ. നീ പോവും. ഇന്നത്തോടെ നീ എല്ലാം നിർത്തും. ഈ ഒരു വർഷത്തിന് ഇവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? അല്ല അമ്മ, അത് മതി. നീ തന്നെ അച്ചമ്പട്ടത്തിന് പോയാൽ മതി. ഈ വീടിന് എന്തെങ്കിലും ചീത്ത പേരുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ കാരണമാണ്. നീ അച്ചമ്പട്ടത്തിന് പോയി കഴിഞ്ഞാൽ അതും തീർന്നു കിട്ടും. അല്ല, വേണം ഞാൻ അവളെ കെട്ടാം. വെറുതെ
അമ്മേ യു ബ്ലഡി ചീറ്റ്. ബേബി സോറി, അതങ്ങനെയല്ല ബേബി. അപ്പൊ എങ്ങനാ അച്ചമ്പടത്തിന് പോവല്ലേ? ഷിയാബേ, ഇന്ന് തന്നെ സ്നേഹയുടെ വീട്ടിൽ പോണം. ഈ പെരുന്നാളിന് കല്യാണം. എടാ മോനെ ജയ്സ, സത്യം പറയാൻ എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഐ ലൈക്ക് യു നൗ. യു നോ വൈ? ഐ ലൈക്ക് മൈ അച്ഛൻ. നീ എന്റെ അച്ഛൻ്റെ അളിയനാണ് ഇപ്പോ. സ്നേഹമുണ്ട് അവന്, സ്നേഹമുണ്ട്. എന്റെ ഉമ്മ എവിടെ പോണടാ? പോയിട്ട് വരട്ടെ. പെട്ടെന്ന് വരണേ. തീർത്തെളയിലും കൊള്ളാല. ഒരു മിനിറ്റ്. ചൂടുണ്ടോ? ഞാൻ പറയണത് ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. നിനക്ക് എന്താടി ഈ കാർ നടത്തേണ്ട ഇത്ര പ്രശ്നം ഉണ്ടായത്? നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? ഞാൻ ഓഫ് ആക്കിയതിലായി പോയതാണ്. എന്നിട്ട് നീ എന്താ അങ്ങോട്ട് വരാതിരുന്നത്? ഞാൻ വന്നായിരുന്നു. ഞാൻ വന്നപ്പോ നീ ഷിജുവിനെ കോളർ പിടിച്ചോണ്ടിരിക്കുന്നു. നീ എന്തിനാണ് എന്റെ കോളർ പിടിക്കാൻ പോയത്? അത് പിന്നെ നിന്റെ ഹെൽമെറ്റ് ജാക്കറ്റ് ഇട്ടോണ്ട് വന്നാ ഞാൻ എന്ത് വിചാരിക്കാനാ? ഞാൻ കരുതി നീയാന്ന്. അമ്മ, ഞാനവിടെ വന്നായിരുന്നു. നിന്റെ ചേട്ടനാണ് എല്ലാം കൊളവാക്കിയത്. ദൈവസ്നേഹം കണ്ടില്ലേ കുഞ്ഞാടിന്റെ ഓരോ പരാക്രമങ്ങൾ. ഇവ ഇത്രയും കാലം എങ്ങനെയാ സെമിനാരി പിടിച്ചെന്റെ സാന്റി പുണ്യാളാ. ഇതെന്നെ കൊണ്ടേ പോവും. പരാതിയും പരിഭവമൊക്കെ തീർന്നില്ലേ? എനിക്ക് കിടന്നാലാ? ഒരെണ്ണം അടിച്ചിട്ട് പോടാ. പോടാന്ന് ഇക്കാനെ കേറി പോടാ. എന്നെ പോടാന്ന് വിളിച്ചിടാവേ. കൊച്ചുപയ്യനല്ലേ, പോയിട്ട് വരട്ടെ. പൊട്ടിച്ചോ. സോറിടാ. എടാ ജിന്റപ്പാ, എടാ ജിന്റപ്പാ, ഈ നേരത്ത് കോമഡി കാണിക്കണം. അയ്യോ അപ്പച്ച. എന്താ ഇവിടെ കാണാ? ഇങ്ങനെ ഇല്ല ഞങ്ങളൊക്കെ മുടിയണ. വിളിച്ചായിരുന്നോ? ഗുഡ് നൈറ്റ്.
അപ്പനും അമ്മച്ചൊക്കെ വലിയ സന്തോഷത്തിലാ. അങ്ങനെയല്ല നല്ല ഭംഗിയായി കഴിഞ്ഞല്ലേ ഇച്ചയ? റോഷനില്ലായിരുന്നു ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. കർത്താവായിട്ടാ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചു. എന്തായാലും ഭംഗിയായിട്ട് അവസാനിച്ചല്ലോ എല്ലാം അല്ലേ?